ഹായ്, നമ്മളിന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഹെഡിങ്ങിൽ വായിച്ച പോലെ തന്നെ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ബില്യൺസൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം അവർക്ക് ഓൾറെഡി മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്ത് അതിൻ്റെ അവർക്ക് എന്തെങ്കിലും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് മാർക്കറ്റ് സ്റ്റഡിയൊക്കെ ചെയ്തിട്ടായിരിക്കും അവരെപ്പോഴും ആ ബിസിനസ്സിലേക്ക് കിടക്കുന്നത്. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതും ഇപ്പോൾ ഒരു 3-4 ബിസിനസ് റൺ ചെയ്യുന്ന 3-4 സ്ഥാപനങ്ങളൊക്കെ റൺ ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ ബേസ് ലൈനിൽ മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിസിനസ്സുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ ചെയ്തത് എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഒരു സ്റ്റാർട്ടപ്പ് കാർക്ക് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ തന്നെ ഒരു ബിസിനസ് ചെയ്യാനുള്ള അതിയായ ഒരു ആഗ്രഹം കൊണ്ട് ചെറിയ തോതിൽ ഒരു സ്റ്റാർട്ടപ്പായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല കുട്ടികളും പുറത്തേക്ക് പോവുകയാണ്, ബാക്കി നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് ഓൺ ചെയ്ത് അത് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ബിസിനസ് രംഗത്തേക്ക് ഒരുപാട് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു കാര്യം, അത് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി കുറഞ്ഞ ചിലവിൽ കൂടുതൽ ആളുകളിലേക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു സ്കോപ്പുള്ളത് കൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഒരു ബിസിനസ് ബൂം എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നത്. ബിസിനസ് ബൂം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ അർത്ഥത്തിലും അല്ല പറയുന്നത്, പക്ഷെ ഒരു ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ ഇപ്പോൾ കുറച്ചും കൂടി പണ്ടത്തേക്കാളും താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സിനോട് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത കേരളത്തിൽ ഇന്നേ വരെ നമ്മൾ കേരളത്തിൽ നിന്ന് ഞാൻ എടുത്ത് പറഞ്ഞത്, കേരളത്തിന് പുറത്തുള്ളവരുടെ സിനാരിയോസ് ചില കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സെയിം തന്നെയായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് എടുക്കാം. നിങ്ങളൊരു ബിസിനസ് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വേണ്ട ഒരു മെയിൻ കാര്യം, നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ പറ്റി എത്രത്തോളം അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ പലരും പല രീതിയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാളൊരു ബിസിനസ് തുടങ്ങി അത് സക്സസ് ആയിട്ട് കണ്ട സമയത്ത് എന്നാൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നാൽ ഞാനത് തുടങ്ങിയേക്കാം എന്നുള്ള രീതിയിൽ ബിസിനസ് തുടങ്ങുന്ന ബിസിനസ്സുകളിൽ ഒരു 80% പൂട്ടിപ്പോവും. 100% ഉറപ്പുള്ള കാര്യമാണത്. അതല്ലെങ്കിൽ അത് നടത്താൻ അത്രയ്ക്ക് ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് അത് സക്സസ്ഫുള്ളി റണ്ണായി പോവുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2-3 വട്ടം ആലോചിക്കുക, അത് എനിക്ക് നടത്താൻ പറ്റുന്നൊരു കാര്യമാണോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ ആ ഒരു ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ പറ്റി എത്ര മാക്സിമം നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യുക. കാരണം ഇതിനൊന്നും വേറെ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ ആ ഒരു എഫേർട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ അതാണ് ആദ്യത്തെ ഒരു സ്റ്റേജ്. വൺസ് നിങ്ങൾ തീരുമാനിച്ചു, അതായത് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചു, ഫൈനലൈസ് ചെയ്തു, പിന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി രണ്ടാമത് ആലോചിക്കാൻ നിൽക്കരുത്. കാരണം വൺസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ആലോചിക്കാൻ നിൽക്കരുത്. അതിലേക്ക് വേണ്ടി 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങുക. പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം മാത്രം ആലോചിക്കാതെ നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു സർവീസ് കൊടുത്തിട്ടായിരിക്കണം, അതിലായിരിക്കണം നമ്മുടെ ഫോക്കസ് മുഴുവൻ. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി സക്സസ് ആയിക്കോളും. അതിൻ്റെ മണി അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ അതിൻ്റെ ബാക്കിൽ കൂടെ വന്നോളും. അതൊരു ബേസിക് ഒരു ഡിസൈൻ പ്രിൻസിപ്പിളാണ്. മണി മൈൻഡഡ് മാത്രമായിട്ടൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബിസിനസ്സിൻ്റെ ബേസിക് തന്ത്രങ്ങളോ കാര്യങ്ങളൊന്നും പറയാൻ ആധികാരികമായിട്ട് പറയാനുള്ള ഇതൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ലാതെ നമ്മൾ സമൂഹത്തിൽ ചുറ്റും കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾ ആ ബിസിനസ് തുടങ്ങാൻ ഇറങ്ങുന്ന സമയത്ത് പോസിറ്റീവിനേലും കൂടുതൽ നെഗറ്റീവ് കമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നത്. അതൊക്കെ തുടങ്ങിയാൽ വിജയിക്കുമോ, അതിനേലും നല്ലത് ഇതല്ലേ, അതൊക്കെ ഇവിടെ തുടങ്ങിയിട്ട് എന്താ കാര്യം, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരോട് അഭിപ്രായം ചോദിക്കാൻ നിൽക്കരുത്.
അത് നാട്ടുകാരെ ആയിക്കോട്ടെ, വീട്ടുകാരെ ആയിക്കോട്ടെ, അയൽവക്കക്കാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ ഇതിൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യുക പോലും ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് നിങ്ങളുടെ തലയിൽ അവർ തരും. പിന്നെ ഇതുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തുള്ള റിവ്യൂസും കൂടി അവരുടെ അടുത്ത് ചോദിക്കുക. അതാണ് നിങ്ങൾ ഇനീഷ്യലി ചെയ്യേണ്ട ഒരു കാര്യം. വൺസ് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ, അത് പല രീതിയിലുള്ള, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്, പല രീതിയിലുള്ള ബിസിനസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു ഓഫീസ്, അതല്ലെങ്കിൽ ഒരു ഷോറൂം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ബിസിനസ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും പോലും നമ്മുടെ തൊട്ടയലൊക്കെ നിന്ന്, അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് നിന്ന്, അങ്ങനെ അതോറിറ്റീസിൻ്റെ അടുത്ത് നിന്ന്, അങ്ങനെ പല രീതിയിലും നമുക്ക് ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലയെന്ന് പ്രതീക്ഷിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിസപ്പോയിൻറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു പണി നമുക്ക് തരാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ആശ്വാസം എന്നുള്ള ലെവലിൽ. കാരണം ജനറലി മനുഷ്യരുടെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വേറൊരുത്തം നന്നാവുന്നത് കാണുന്നത് ഇഷ്ടമല്ല, ഒരു വിഷമം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ടാപ്പൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇതിനെ ഓപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളായിരിക്കും നമ്മളുടെ ഫ്രണ്ടിലുള്ള ഒരു 75% നമ്മൾ കാണാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ അതാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു ചലഞ്ച്. നെക്സ്റ്റ് തിങ്, അതിനെ നമ്മൾ ഓവർകം ചെയ്തു വന്നു. അടുത്ത് നമുക്ക് അധികാരികളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ സാങ്ഷൻസ്, അങ്ങനത്തെ പ്രോസസ്സും, ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടുള്ള സാങ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു നൂലാമാലകളായിരിക്കും. അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ ജനറലി എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ സിസ്റ്റം ശരിയല്ല എന്നുള്ളത്. ആ സിസ്റ്റം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും സിസ്റ്റം ശരിയല്ല എന്ന് ജനറലൈസ് ചെയ്ത ആൾക്കാർ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്നുള്ളത്. അതൊറ്റ വലുതായിട്ട് വികസിപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സിസ്റ്റം ശരിയല്ല എന്ന് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ എപ്പോഴും പറയുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റഡാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇത് കിട്ടിയില്ല, അത് വെച്ചിട്ട് അടുത്തത് നിന്ന് കിട്ടുള്ളൂ, അവിടെ നിന്ന് അടുത്തത് കിട്ടുള്ളൂ, അങ്ങനെ കണക്റ്റഡായിട്ട് പോകുന്നതാണ് ഈ സിസ്റ്റം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് അത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. സിസ്റ്റം എപ്പോഴും കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. ഓരോ സ്ഥലത്തുനിന്ന് കയറി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. നമ്മൾ ഈസി ആയിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നടക്കുന്നത്. കാരണം ഈ ഉദ്യോഗസ്ഥർക്ക്, ഇവർക്ക് ആർക്കും തന്നെ നമ്മൾ ഈ പ്രസ്ഥാനം നടത്തണമെന്ന് ഒരു ആഗ്രഹമില്ല, ഒരു താല്പര്യമില്ല, ഒരു നിർബന്ധമില്ല. ഈ പ്രസ്ഥാനം നടത്തേണ്ടത് നമ്മുടെ ഒരേ ആളുകളുടെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ മാത്രം ആവശ്യമായിരിക്കും. ഈ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഈ ഉദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ നമ്മൾ ഈ പ്രസ്ഥാനം നടത്തിയാലും നടത്തിയില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. അതായത് ഞാൻ പ്രോപ്പറായിട്ടൊരു പ്രസ്ഥാനം നടത്തുന്നതിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞു. ഇതൊന്നും ഇല്ലാതെ നടത്തുന്ന പല ആൾക്കാരുണ്ടാവും, അതിനെപ്പറ്റി അറിയാൻ പാടില്ലാണ്ട് നടത്തുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ പ്രോപ്പറായിട്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഒരു എന്തൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ വൺസ് നമ്മൾ ആ ഒരു പ്രോസസ്സ്, ആ ഒരു ബാലികേറാമല കയറി ഇറങ്ങി നമ്മൾ ആ ഒരു പ്രസ്ഥാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തതായിട്ടുള്ള ഈ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഒരു ചെറിയൊരു പ്രസ്ഥാനമാണെങ്കിൽ പോലും നമുക്ക് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം അത് രജിസ്റ്റർ ചെയ്യണം. കാരണം നമുക്ക് സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ലേബർ ഓഫീസിൽ അതിൻ്റെ റിപ്പോർട്ട്സ് കൊടുക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർ പ്രൊസീജിയർ. പിന്നെ നമുക്ക് GST എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തുടക്കം അത് പ്രോപ്പറായിട്ട് നമ്മൾ പോവുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് പ്രോപ്പറായിട്ടൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ നമ്മൾ ആ ഒരു രജിസ്ട്രേഷനും എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ, അപ്പോൾ ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ചെറിയ കരുത്തൊക്കെ വന്നിട്ടുണ്ടാവും. അതായത് ഇത്രയും സ്ഥലത്ത് കൂടെ കടന്നു വരുന്ന സമയത്ത് ഈ തീയിൽ കുരുത്ത വെളുത്ത് പാടില്ല എന്നുള്ളൊരു സ്റ്റേജിൻ്റെ ഒരു പകുതി വരെ നമ്മൾ എത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഇതുകളുണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പല മണ്ടത്തരങ്ങൾ, പല ലോസ്, അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കുറച്ച് സമയമെടുക്കും ഇതൊന്ന് പ്രോപ്പർ രീതിയിലേക്കൊന്ന് ആയി വരാനും, നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് ആയി വരാനായിട്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ചെയ്ത് നോക്കി പഠിച്ചേ ചിലപ്പോൾ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തതിൽ കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അങ്ങനെ ആയിരിക്കും നമ്മളൊരു ബിസിനസ്സിൻ്റെ ഇതിനകത്തേക്ക് വരുന്നത്. ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. കാരണം അവിടെ മുതൽ അങ്ങോട്ട്
ഇരിക്കുന്ന വേറൊരു സംഭവമുണ്ട്. നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള പിന്നീട് അങ്ങോട്ട് ഫുൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള വലിയൊരു സംഭവമുണ്ട്. ഈ റിവ്യൂസ്. നമ്മൾ എന്തൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാർ, അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. നമ്മൾ നമ്മളുടെ മാക്സിമം കൊടുത്ത് നമ്മൾ അതിനകത്ത് നിൽക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഇതൊന്നും അവർക്ക് ബാധകമല്ല. അപ്പോൾ അവർ വരുമ്പോൾ അപ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യം വെച്ചിട്ട് അവർ ചിലപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് ഇടും. അപ്പോൾ നമ്മൾ ശരിക്കും പതറിപ്പോവും. ഇപ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന അടുത്തൊരു സബ്ജക്റ്റ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി കനവെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചെറിയൊരു ഹോളിഡേ ഹോം ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള പേപ്പർ വർക്ക്സും ലൈസൻസിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ടാക്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാ സംഭവങ്ങളും ചെയ്ത് ഈവൻ GST പോലും നമുക്ക് 20 lakhs മുകളിൽ വരുമ്പോൾ മാത്രം GST പോലും എടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ GST പോലും നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് മുതൽ എടുത്ത് എല്ലാം പ്രോപ്പറാക്കിയിട്ടാണ്. കാരണം ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുള്ളതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു മാസം തന്നെ, നമ്മുടെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള മാസം തന്നെ നമുക്കൊരു ബുക്കിംഗ് വന്നു. കാരണം നമ്മുടെ ഒരു ചെറിയൊരു ഹോളിഡേ ഹോം പോലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ മെയിൻലി NRI ഹോളിഡേ ഹോം എന്നുള്ള ലെവലിൽ നമ്മളതിനെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ഒരു ടീം വിളിച്ചിട്ട് അവർക്കിങ്ങനെ ഒരു 10 പേർക്കുള്ള ചെറിയൊരു പാർട്ടി നടത്തണം, അതായത് ചെറിയ വെല്ലടി ഇതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പരിപാടി നടത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോപ്പർട്ടി അങ്ങനെ പറ്റിയൊരു പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞ് നമ്മൾ പരമാവധി അവരെ ഡിസ്കറേജ് ചെയ്തു. പിന്നെ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഞാനതിൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള നന്നായിട്ട് പോകുന്നൊരു അസോസിയേഷനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ കുറച്ച് പേര് ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ ഒരു അസോസിയേഷനെ മൊത്തത്തിൽ അടച്ച് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ബിസിനസ്സുകാർക്ക് വേണ്ടി, ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മ, ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ കനവിൻ്റെ ഗൂഗിൾ പേജിലെ റിവ്യൂസ് ഒന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്റ്റോറി മനസ്സിലാവും. അപ്പോൾ അവരിങ്ങനെ വന്നു. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ പ്രോഗ്രാംസിന് ഇൻസൈഡ് അലൗഡ് അല്ല, ഔട്ട്സൈഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കത് ഇത്രയും ഇത് തന്ന് നിങ്ങൾക്കത് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇതായിരിക്കില്ല, നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്കത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ പല രീതിയിൽ പറഞ്ഞു നോക്കി. അപ്പോൾ ഒരു കോർഡിനേറ്റർ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവരുടെ തലേന്ന് ഒഴിവാക്കാൻ എന്നുള്ള ലെവലിൽ പുള്ളി അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നുള്ള ലെവലിൽ ആക്കി അവിടെ വന്നു. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന ഈവനിങ് ആണ് പറഞ്ഞിരുന്ന സമയം. പക്ഷേ ഇവർ വന്നപ്പോഴേക്കും 7 മണിയായി. പിന്നെ ഓരോരുത്തരായിട്ട് വന്നു. പിന്നെ ചെറുതായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ മദ്യപിക്കും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ ഇരുന്ന് നമ്മൾ സമയം പറഞ്ഞിരുന്ന രാത്രി 9:30 9:30 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, 11 മണിയായി. അപ്പോൾ അവർക്ക് ഒന്നകത്ത് കയറി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് 2-3 പേരെ ഞാൻ അറിയുന്നതാണ്. ഒരാൾ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. സുഹൃത്തെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിചയക്കാരൻ ഒരാളാണ്. സുഹൃത്തെന്നാണ് വിചാരിച്ചിരുന്നത്, പിന്നെയാണ് സുഹൃത്തല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അവർ അകത്ത് കയറി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പോയി കണ്ടു, ഇവരെയൊക്കെ അവിടെ സംസാരിച്ചു, എല്ലാവരോടും ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോന്നു. നമ്മുടെ കെയർടേക്കർ ആളുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാർട്ടപ്പാണ് കേട്ടോ, ആദ്യത്തെ ഗസ്റ്റാണെന്ന് ഓർക്കണം, നമുക്കറിയില്ല. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളൊരു പോളിസി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഇൻസൈഡ്, പുറത്ത് ഇതിനുള്ളതല്ല എന്നുള്ളതാണ്. പുറത്ത് ഫംഗ്ഷന് വേണ്ടി മാത്രമുള്ളതാണ്, അവർ അകത്തിന് അലൗഡ് അല്ല എന്നുള്ളതാണ് നമ്മുടെ പോളിസി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എഗ്രി ചെയ്തിട്ടാണ് അവർ വന്നത്. എന്നിട്ട് അവർക്ക് അകത്ത് കയറണമെന്ന് പറഞ്ഞു. അകത്ത് കയറി കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് അകത്ത് ടോയ്ലറ്റ് തന്നെ യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ സ്റ്റാഫ്, കാരണം സ്റ്റാഫിന് കൊടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഇങ്ങനത്തെ ഇവൻറ്റ്സിന് നമുക്ക് അകത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാഫ് അതനുസരിച്ച് പറഞ്ഞു ഇവൻറ്റ്സിന് നമ്മൾ പുറത്താണ് നമ്മുടെ വാഷ്റൂം ഉള്ളതെന്ന് പറഞ്ഞു. അത് കേട്ട് അവർ ഒഫൻഡഡായി. ഇത് കേട്ട് അവർ ഒഫൻഡഡായി. ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, സ്ഥിരം ക്ലീഷ അങ്ങനത്തെ കുറേ ഡയലോഗ്സ് ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ സ്റ്റാഫിനെ കൊണ്ട് അവർ പുറത്തുനിന്ന് ഫുഡ് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡ് അവർ മേടിപ്പിച്ച് അവർക്ക് കഴിക്കാൻ അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് അവർ മേടിപ്പിച്ച ഫുഡിന് നമ്മൾ പൈസ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോയിട്ട് പിറ്റേ ദിവസം
അപ്പോൾ ഞാനിവിടെ ഇല്ല, ഞാൻ നാട്ടിലില്ല. പിറ്റേ ദിവസം രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഒരു 24 hours കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് റിവ്യൂ. ഭയങ്കര റിവ്യൂ എന്താണെന്നുള്ളത് ഞാനത് ഡീറ്റെയിലേക്ക് എടുക്കുന്നില്ല. നെഗറ്റീവ് റിവ്യൂ അതിനകത്ത് വന്നു. അപ്പോൾ ഞാൻ ആകെ എന്ത് ചെയ്തു, ഇതെന്താണ് ഇത്രയും ഇതായിട്ടുള്ളൊരു സംഭവം സംഭവിച്ചത്. നമ്മൾ നന്നായിട്ട് ഫംഗ്ഷൻ തീർന്നു പോയി എന്നുള്ള ലെവലിലാണ് ഞാൻ വിചാരിച്ചത്. രാത്രി 11 മണി, ഞാൻ ക്യാമറയിൽ നോക്കുമ്പോഴേക്ക് രാത്രി 11 മണി 11:30 വരെയൊക്കെ അവരോട് ഉണ്ട്. പിന്നെ നമ്മൾ അറിയാവുന്ന ആൾക്കാരല്ലേ എന്ന് വെച്ച് നമ്മളത് അലോ ചെയ്തു. പക്ഷേ നെഗറ്റീവ് റിവ്യൂ കഴിഞ്ഞ് നമ്മളത് വിളിച്ചന്വേഷിച്ചു, ഇതെന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്നുള്ളത് നമ്മൾ വിളിച്ചന്വേഷിച്ചു നോക്കി. വിളിച്ചന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആൾ അവിടെ ഞങ്ങൾക്കകത്ത് ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സമ്മതിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് കുഴപ്പം, എന്താ നഷ്ടം ഉണ്ടാവുമായിരുന്നു. ഞാൻ പറഞ്ഞു അത് ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ്, അകത്ത് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നത്. അത് നിങ്ങളുടെ കോർഡിനേറ്റർ നിങ്ങളോട് പറയാത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ ചെയ്യാമായിരുന്നു, ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനും അവിടെ ഇല്ല, ഞാനവിടെ വന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് പോയതാണ്. സ്റ്റാഫിനോട് പറയുമ്പോൾ സ്റ്റാഫിന് സ്വാഭാവികമായിട്ട് എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്, സ്റ്റാഫ് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചേ ചെയ്യുള്ളൂ. അപ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കാര്യം മനസ്സിലായി, അത് അനുഭവിച്ച ആളെ വിളിച്ച് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അതേ വരുന്നു ആളുടെ റിവ്യൂ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ റിവ്യൂ. ഈ പറയുന്നതിൽ ഒരു ന്യായമില്ല എന്നുള്ളത് അവർക്കും അറിയാം, വ്യക്തമായിട്ട് നമുക്കും അറിയാം. അപ്പോൾ നമ്മൾ വിളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവർ ഒരു ഹേറ്റ് ക്യാമ്പയിൻ പോലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അവർ ഒരു സൈബർ ബുള്ളിങ് എന്നുള്ള ലെവലിലേക്ക് അങ്ങ് ആയി. പിന്നെ ഓരോരുത്തരായിട്ട് വാശിക്ക് നീ ഇത് നടത്തണം, എനിക്കൊന്ന് കാണണം എന്നുള്ള ലെവലിൽ വാശിക്ക് റിവ്യൂ ഇടൽ തുടങ്ങി. അടുത്ത ആളിട്ടു. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഓരോരുത്തരെ വിളിക്കുമ്പോഴും അടുത്ത ആൾ വെച്ച് നെഗറ്റീവ് റിവ്യൂ ഇട്ടുകൊണ്ടിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഇത് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ചോദിച്ചപ്പോൾ ഡിനേ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ആളെ ഞാൻ വിളിച്ചു. ഞാൻ ഈ സിറ്റുവേഷൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. നമ്മുടെ തെറ്റല്ലാതെ ഇരുന്നിട്ട് പോലും നമ്മൾ അതിനെ അപ്പോളജൈസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു സ്റ്റാർട്ടപ്പാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തുടക്കം തന്നെ ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഇതിനെ ബാധിക്കില്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് കൺസിഡർ ചെയ്യണം എന്നുള്ള ആ ലെവൽ വരെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഒരു തെറ്റല്ലാഞ്ഞിട്ട് പോലും ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണ്. കാരണം ഈ കോർഡിനേറ്റർ ഇവരുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആൾ ചെയ്ത തെറ്റിനെ ഇവരെല്ലാവരും കൂടിയിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ വിളിക്കുന്നതനുസരിച്ച് അവർ നെഗറ്റീവ് റിവ്യൂ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി അറിയിക്കേണ്ട ആൾക്കാരെയൊക്കെ നമ്മൾ അറിയിച്ചു, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു തീർത്തു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ അത് കണ്ട് വിഷമിച്ചിരുന്നില്ല. അത് ആദ്യം കേട്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നെങ്കിലും അത് കണ്ട് നമ്മൾ വിഷമിച്ചിരുന്നില്ല. പിന്നീടുള്ള ഓരോ കാര്യത്തിനും ഞാൻ ഈ നെഗറ്റീവ് റിവ്യൂ എടുത്ത് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്തു തുടങ്ങി. നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വരിക, ഇങ്ങനത്തെ പ്രോപ്പർട്ടിയിൽ താമസിക്കുമ്പോൾ ഏത് രീതിയിലുള്ള നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണോ ഇവിടെ ഉള്ളതെന്നുള്ളതും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി മാത്രം കൺഫേം ചെയ്യുക. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതുകൾ വരും എന്ന് പറഞ്ഞിട്ട് ഈ നെഗറ്റീവ് റിവ്യൂ ഞാൻ ആളുകളെ അങ്ങോട്ട് കാണിക്കൽ തുടങ്ങി. അപ്പോൾ ആ നെഗറ്റീവ് റിവ്യൂ തന്നെ ഞാനിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നൊരു രീതിയാക്കി മാറ്റി. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഈ നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറയുന്ന ഒരു സാധനം ഏത് മൊമെൻറ്റിലും നമ്മൾ മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിന് പോലും ഏത് മൊമെൻറ്റിൽ വേണമെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് വരാം. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുക. 100% നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മനുഷ്യനാണ്, തെറ്റുകൾ പറ്റുമ്പോൾ പ്രോപ്പറായിട്ട് അപ്പോളജൈസ് ചെയ്യുക. അപ്പോൾ നമ്മളൊക്കെ ഞാൻ ഇന്നേ വരെ ഒരു സ്ഥാപനത്തിനെതിരെയും ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ടില്ല. കാരണം ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് പോലും ഇട്ടിട്ടില്ല, ഇപ്പോഴും ഇട്ടിട്ടില്ല. ഒരു സ്ഥാപനം തുടങ്ങുക, അത് ഒരു സ്ഥാപനം തുടങ്ങി നടത്തുന്നവന് മാത്രമേ മനസ്സിലാവുള്ളൂ അതിൻ്റെ ബാക്കിലുള്ള എഫേർട്ടും ബുദ്ധിമുട്ടും എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനൊരു സ്ഥാപനത്തിന് ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ, ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ അടച്ചാക്ഷേപിച്ച് അതിനെതിരെ കരിവാരി തേക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ എത്തിക്സിന് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. നമുക്ക് എന്തെങ്കിലും എന്ന് വെച്ച് നമ്മളൊരു കാര്യം എന്തും സഹിക്കുക എന്നുള്ളൊരു സാധനമല്ല. ഒരു സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പറയും. ഇവർക്കും എന്നെ ഡയറക്റ്റ്ലി അറിയാവുന്നവരുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് വന്ന് തന്നെ വേറൊരാൾ അതിനകത്ത് പോസിറ്റീവ് റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതായത് അവർ വ്യക്തമായിട്ട് ഇതെല്ലാം ഇൻഫോം ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ കോർഡിനേഷൻ്റെ ഇഷ്യൂ ഉണ്ട്. അതായത് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആൾ തന്നെ അതിനകത്ത് അതിൻ്റെ ഫാക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള റിവ്യൂ ഇട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ മറ്റൊരു റിവ്യൂ അപ്രസക്തമായി പോയി. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അവിടെ. അവർ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഇത് ചോദിക്കുന്നത് തന്നെ മോശമാണ്.
എന്നിട്ട് അത് എൻ്റെ അലോ ചെയ്തില്ലാന്ന് പറഞ്ഞ് നെഗറ്റീവ് റിവ്യൂ ഇടുന്നത് അതിനും വലിയ മോശമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും എന്തെങ്കിലും കുഴപ്പമാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്, അത് തിരുത്താൻ ബാധ്യസ്ഥരാണ്, അവരോട് അപ്പോളജൈസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരും ഈ പറഞ്ഞ ആൾക്കാരും ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ ഞാനും തിരിച്ച് അവരുടെ സ്ഥാപനത്തിൽ പോയി നെഗറ്റീവ് റിവ്യൂ ഇടാൻ നിന്നിരുന്നത് എങ്ങനെ ഇരിക്കും? പക്ഷേ എൻ്റെ എത്തിക്സ് അതിന് സമ്മതിക്കില്ലാത്തതുകൊണ്ട് ഞാനതവിടെ വിട്ടു. നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ പല രീതിയിലുള്ള മാർഗ്ഗങ്ങളുണ്ടായിട്ട് നമ്മളതിലേക്ക് പോയില്ല. കാരണം ഞാൻ അതിനെ വേറെ രീതിയിലാണ് കണ്ടത്. ആ നെഗറ്റീവ് റിവ്യൂവിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കണ്ടത്. അപ്പോൾ അത് എപ്പോഴും ഒരു ത്രെട്ടായിട്ട് മുമ്പിൽ കണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സർവീസ് ആയാലും പ്രൊഡക്ട്സ് ആയാലും നല്ല രീതിയിൽ തന്നെ ചെയ്യുക. അതിലെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ക്ലയൻറ്റ്സ് വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടൊന്ന് അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ ജെന്യുവിനിറ്റി എന്താണെന്നുള്ളത് അന്വേഷിക്കുക, പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. നെക്സ്റ്റ് തിങ്, ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്തതല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ലാസ്റ്റ് പറയുന്നൊരു കാര്യം. നമ്മുടെ സ്റ്റാഫുകൾ. ഈ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് നമുക്ക് ആത്മാർത്ഥതയുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകൾ എന്ന് പറയുന്നത് 100 പേരിൽ ഒരാളുണ്ടാവുള്ളൂ. അവരെ കണ്ടെത്തുക എന്നുള്ളൊരു പ്രോസസ്സ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് ചിലപ്പോൾ സെറ്റായെന്ന് വരില്ല. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളായിരിക്കില്ല നമ്മൾ 1 മാസം കഴിയുമ്പോഴുള്ള സ്റ്റാഫ്. അത് ചിലപ്പോൾ 2-3 മാസം എടുക്കും ഇതൊന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഫെഡപ്പ് ആവാതിരിക്കുക, നിരാശപ്പെടാതിരിക്കുക. അതെന്തായാലും സെറ്റാവാതെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രോസസ്സ്. ആദ്യം തന്നെ കുറച്ച് വരുന്ന ആൾക്കാർ നമ്മളെ എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടാവും, ഇവർ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാന്നൊക്കെ പ്ലാൻ ഉണ്ടാവും. പക്ഷേ അവരും വല്ല എക്സ്പെക്റ്റേഷനായിരിക്കും തന്നെ. അവരും നമ്മുടെ എക്സ്പെക്റ്റേഷൻ യോജിക്കാതെ വരുന്ന സമയത്ത് നമുക്കതിലെപ്പോഴും ഒരു റീതിങ്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ഒരു 4 മാസമൊക്കെ എടുക്കും അതൊന്ന് സെറ്റായിട്ട് വരാനായിട്ട്. പിന്നെ അത് വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ഇവിടെ ലേബർ ഓഫീസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെപ്പോഴും ലേബേഴ്സിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതല്ലാതെ നമുക്ക് എംപ്ലോയർക്ക് അതിനകത്തുനിന്ന് ഒരു അഡ്വാൻറ്റേജും പ്രതീക്ഷിക്കേണ്ട. എംപ്ലോയിയുടെ സ്ഥാനത്ത് നിൽക്കാൻ ആരും ഉണ്ടാവില്ല, എംപ്ലോയിയുടെ സ്ഥാനത്ത് നിൽക്കാനേ ഉണ്ടാവുള്ളൂ. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഉള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക. എത്ര പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്താലും നമുക്കെതിരെ ഒരു ലേബർ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇതൊക്കെ ചെയ്തിട്ട് പോയൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ പോലും അവന് കോമ്പൻസേഷനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു ദുഃഖകരമായൊരു സത്യം നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. എപ്പോഴും ബിസിനസ് നടത്തുമ്പോൾ ഒരു പണി ഏത് നിമിഷം വരാമെന്നുള്ളത് മുന്നിൽ കണ്ട് തന്നെ കാര്യങ്ങൾ പോവുക. ഇപ്പം ഞാനീ പറഞ്ഞതൊക്കെ ഒരു ബിസിനസ്സെങ്കിലും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ് തുടങ്ങാനായിട്ട് വിചാരിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാർ വെറുതെ ഞാനോരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്നുള്ള ലെവലിൽ ഇത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് ആക്ച്വലി അനുഭവത്തിൽ നിന്നുണ്ടായൊരു മനസ്സിലാക്കിയ കുറച്ച് പാഠങ്ങളാണ്. അത് നിങ്ങൾക്ക് തള്ളാം കൊള്ളാം, അത് ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് ചെയ്യാം. ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ പുതിയൊരാൾക്ക് ഇത് കേട്ടിട്ട് ഒരാൾക്കെങ്കിലും ഞാൻ പറഞ്ഞത് തളരരുത്, ഓരോ സ്റ്റേജിലും തളരരുത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം. പല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും, അത് പല സ്റ്റേജുകളുണ്ടാവും. അത് കേട്ട് വിഷമിക്കാനോ തളരാനോ നിൽക്കരുത്, മുന്നോട്ട് തന്നെ പോവുക. ഞാനത് വിജയിപ്പിച്ചേ തീരുള്ളൂ എന്നുള്ള മുന്നോട്ട് തന്നെ ആ ഒരു നിശ്ചയദാർഢ്യം, ആ ഒരു വിൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രശ്നത്തിനും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.